ലണ്ടനിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെതിരെ നടന്ന ആക്രമണത്തെ അപലപിച്ച് ബ്രിട്ടൻ. പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തുന്നതും വിദേശ പ്രതിനിധികളെ ഭീഷണിപ്പെടുത്തുന്നതും അംഗീകരിക്കാനാകില്ല. അന്താരാഷ്ട്ര ധാരണകൾ അനുസരിച്ച് നയതന്ത്ര പ്രതിനിധികൾക്ക് ശക്തമായ സുരക്ഷയാണ് ഒരുക്കുന്നതെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസ് അറിയിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഈ സുരക്ഷാ വീഴ്ചയിൽ ഇന്ത്യ അതിശക്തമായ പ്രതിഷേധം ബ്രിട്ടനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി മേധാവിയെ ബ്രിട്ടൻ വിളിച്ചു വരുത്തുകയും ഇക്കാര്യത്തിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ബ്രിട്ടീഷ് സർക്കാർ അറിയിച്ചതുമായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും നീലിമ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഖാലിസ്ഥാൻവാദികൾ ശക്തമായ രീതിയിൽ ഒരു ആക്രമണം നടത്തുകയായിരുന്നു. എസ് ജയശങ്കറിന്റെ കാറിന് നേരെ അവർ പാഞ്ഞെടുത്തു. അത്തരത്തിൽ ആക്രമണം നടത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ ഇതിന്റെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത് ഒരു വിദേശ രാജ്യത്ത് ഒരു വിദേശ പരിപാടിക്കിടെ ഒരു നയതന്ത്ര പ്രതിനിധിക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിക്ക് ഉണ്ടാകുന്ന ഒരു ദുരനുഭവം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നിപ്പോൾ വളരെ കൃത്യമായ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. ബ്രിട്ടൻ ഇത് സംബന്ധിച്ച കൃത്യമായ നിലപാടിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രസ്താവനയിൽ പറയുന്നത്, വിദേശകാര്യ അതിഥികൾ, വിദേശത്ത് നിന്ന് എത്തുന്ന അതിഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം, അതായത് വിയന്ന കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ധാരണ പ്രകാരമുള്ള ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്നും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാണ്, ആ ഉത്തരവാദിത്വം തങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നിർവഹിക്കുമെന്ന നിലപാട് തന്നെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറിയിക്കുന്നത്. മാത്രമല്ല, വളരെ കൃത്യമായ ഒരു സന്ദേശം കൂടി പ്രതിഷേധക്കാർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ബ്രിട്ടൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും നയതന്ത്ര പ്രതിനിധിയോ അല്ലെങ്കിൽ മറ്റു പൊതുപരിപാടികൾ തടഞ്ഞു വെക്കുന്നതിനോ നയതന്ത്ര പ്രതിനിധികളുടെ മാർഗതടസ്സം സൃഷ്ടിക്കുന്നതിനോ ഒന്നും തന്നെയുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല. ഒരു തരത്തിലും അത് സ്വീകാര്യമല്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. നീലിമ, ശരി. ലണ്ടനിൽ എസ് ജയശങ്കറിനെതിരെ നടന്ന ആക്രമണത്തെ അപലപിച്ച് ബ്രിട്ടൻ. വിവരങ്ങളാണ് ഐസൻ ജോസ് നൽകിയത്.